രാജീവരെ വൈദ്യപരിശോധനയ്ക്കായി ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം SIT കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പറയൂ. കൊണ്ടുപോയിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തുന്ന തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് എത്താം. പ്രജിത്ത്, നിലവിലിപ്പോൾ കണ്ഠരര് രാജീവരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനത്തിനുള്ളിൽ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞോളൂ പ്രജിത്ത്. രോഹിണി, അല്പസമയം മുമ്പ് ഇതാ തന്ത്രി കണ്ഠരര് രാജീവരുമായി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിന് പോലീസ് സംഘം ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരികയാണ്. ഇതിൻ്റെ ഇഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോഴിതാ വാഹന വ്യൂഹം പുറത്തേക്ക് വരികയാണ്. തന്ത്രിയുമായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ജനറൽ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് വൈദ്യപരിശോധന നടത്തി ഇന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കൊല്ലത്ത് ഇന്ന് സാഹചര്യത്തിൽ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. റിമാൻഡ് നടപടികൾക്ക് ശേഷം പിന്നീട് വീണ്ടും അന്വേഷണ സംഘം പ്രത്യേക ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് രോഹിണി മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വശത്ത് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റേതായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആണ് എന്നുള്ളത് കൃത്യമായി അന്വേഷണ സംഘം പറയുന്നു. മറുവശത്ത് ഇത്രയും വൈകിയുള്ള ഈ അറസ്റ്റ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ അടക്കം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ അനുജ്ഞമാക്കുന്നതിലടക്കം തന്ത്രിക്ക് അറിവുണ്ടായിരുന്നിട്ടില്ല, തന്ത്രിയിൽ നിന്ന് അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണ സംഘം പറഞ്ഞതിന് ശേഷം വീണ്ടും ഇത്തരം ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം എന്തായിരുന്നു? പ്രത്യേകിച്ച് ED അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ED കേസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ഉണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം പോയി എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണ കവർച്ചാ കേസിൽ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനമുള്ള തന്ത്രി തന്നെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നത് തന്ത്രിയാണ്. ശബരിമലയിൽ സർവ്വസ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നത് തന്ത്രിയാണ്. ഈ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്ത്രി കാര്യങ്ങൾ മറച്ചു പിടിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പക്ഷേ അത് എത്രത്തോളം അത് കോടതിയിൽ നിൽക്കുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ പല ഘട്ടത്തിലും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ സ്വത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ദേവസ്വം നിയമിച്ച 1950 ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ കൃത്യമായ ഒരു റോളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഭഗവാന്റെ സ്വത്തടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ റോള് തന്ത്രിക്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച അന്വേഷണ സംഘം എന്തുകൊണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ആചാരപരമായ കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ടെങ്കിലും തന്ത്രിമാർക്ക് അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നും അവരുടെ അത്തരം അഭിപ്രായങ്ങൾക്ക് പോലും പല സമയത്തും പരിഗണന നൽകാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2018
19 ഒക്കെ ഉണ്ടായിട്ടുള്ള ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളിൽ ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും തന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകാത്ത സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തന്ത്രിയും സർക്കാരും രണ്ട് രീതിയിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാരലംഘനം ഉണ്ടാകുന്ന സമയത്ത് നടയടച്ച് ശുദ്ധികലശം ചെയ്തതിൽ തന്ത്രിയോട് വിശദീകരണം ചോദിച്ച സർക്കാരാണുള്ളത്, അല്ലെങ്കിൽ തന്ത്രിയോട് വിശദീകരണം ചോദിച്ച ദേവസ്വം ബോർഡാണുള്ളത്. അന്ന് സർക്കാർ ആയിട്ട് പ്രതിനിധിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ ആചാരപരമായ കാര്യങ്ങളിൽ മൊത്തം തീരുമാനമെടുക്കാനുള്ള അവകാശമൊന്നും തന്ത്രിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് വശം ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വശത്ത് തന്ത്രിയെ ഇതുവരെ ഇത്തരം കാര്യങ്ങളിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും തന്ത്രിയുടെ സ്വാതന്ത്ര്യവും അവകാശമൊന്നും അംഗീകരിച്ച് നൽകാത്ത ഒരു സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അനുജ്ഞ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിയുടെ അഭിപ്രായത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു, തന്ത്രിക്ക് അതിനുള്ള റോൾ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടാനും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ശേഷിയുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന, ഇടപെടൽ നടത്തിയിരുന്ന ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ, തന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുടെ അടക്കിയ സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ അറസ്റ്റെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലടക്കമുള്ള പൂജകളിലും മറ്റുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അതേ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്, വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, തുടർച്ചയായിട്ടുള്ള മറ്റ് രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമായി അവിടെയുണ്ട്. തന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം മടിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഘട്ടത്തിൽ ഉയരുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എന്തുകൊണ്ട് ഈ തന്ത്രിക്ക് ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിർണായക പങ്കുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കരുതുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ എന്തുകൊണ്ട് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു, അനുജ്ഞയുടെ അടക്കമുള്ള കാര്യത്തിൽ, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്ത്രിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിലപാട് എന്തുകൊണ്ട് അന്വേഷണ സംഘം സ്വീകരിച്ചു എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്, വളരെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ വളരെ നിർണായകമാകുന്ന ഈ ഘട്ടത്തിലാണ്. എന്താണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട തന്ത്രിക്ക് മുകളിൽ പ്രത്യേക അന്വേഷണ സംഘം ചുമത്താൻ പോകുന്ന കുറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് കേരളത്തിലെ വലിയൊരു ഭാഗം വരുന്ന അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന, വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമായി തന്നെ മാറുമെന്നുള്ളതാണ്. അതേസമയം തന്ത്രിക്ക് പങ്കില്ല എന്ന് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞു എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കൃത്യമായ മറുപടിയായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിച്ചത് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അനുജ്ഞ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രി അനുജ്ഞ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്ത്രിക്ക് കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പല വിഷയങ്ങളും തന്ത്രി അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പത്മകുമാറിൻ്റെ ജാമ്യം റദ്ദാക്കുവാൻ വേണ്ടി SIT പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കള്ളം പറഞ്ഞു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിനും പ്രത്യേക അന്വേഷണ സംഘം മറുപടി നൽകേണ്ടി വരും.